ഒരു സൂപ്പർ ക്ലബ്ബ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിലവിൽ വരികയാണ്, അതായത് രൂപപ്പെട്ടു വരികയാണ്. ആ സൂപ്പർ ക്ലബിന് രൂപം കൊടുക്കുന്നത് ട്രംപാണ്. അപ്പോൾ ട്രംപ് എന്തിനാണ് ഇപ്പോൾ ഇത്രത്തോളം ഒരുപാട് കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ ലോകരാജ്യങ്ങൾക്കിടയിൽ? G7 ഉണ്ട്, G20 ഉണ്ട്, ബ്രിക്സ് ഉണ്ട്, ക്വാഡ് ഉണ്ട് എന്ന് വേണ്ട ഒരുപാട്, ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണം കാണും. ഇതിലെല്ലാം തന്നെ ഭൂരിഭാഗത്തിലും അമേരിക്കയും ഉണ്ടാകും. എന്നിട്ടും അമേരിക്ക പുതിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മാത്രമല്ല, അമേരിക്ക എന്ന് പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നത് ഇത് ട്രംപിൻ്റെ തലയിൽ ഉദിച്ചിട്ടുള്ള ബുദ്ധിയാണ്. മാത്രമല്ല, ഇതിൻ്റെ നെടുനായക സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യക്കാണ്. അപ്പോൾ ഇന്ത്യയെ പോയിന്റിൽ നിർത്തിക്കൊണ്ട്, സെൻട്രൽ പോയിന്റിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. അതിനുള്ള ആലോചനകൾ അമേരിക്കയിൽ നടക്കുന്നു. കോർ 5 എന്നാണ് ഈ കൂട്ടായ്മയ്ക്ക് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ കരുതിയിരിക്കണം, ഇതെപ്പോഴാണ് ട്രംപിൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം, ഈ ഒരു ബുദ്ധി പൊട്ടിമുളച്ചത് എന്നുള്ളത്. ദേശീയ സുരക്ഷാ തന്ത്രത്തിൽ, അതായത് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി 2025 എന്ന് പറഞ്ഞിട്ട് ഒരു 33 പേജുള്ള ഒരു സംഭവം പുറത്തു വന്നിരുന്നു അമേരിക്കയിൽ നിന്ന്. അപ്പോൾ അതിൽ ട്രംപ് പറയുന്നുണ്ട്, നമ്മൾ ഇന്ത്യയെ അങ്ങനെ അങ്ങ് മാറ്റി നിർത്തണ്ട, ഒരു 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 ചേർത്ത് പിടിക്കലിൻ്റെ അവിടെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ വിപത്തിന് കാരണമാകും എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തതാണ്. ഈ സ്ട്രാറ്റജിയിലാണ് ഈ കോർ 5 എന്ന് പറയുന്ന സൂപ്പർ ക്ലബിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും ഇത് രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യകതയുമൊക്കെ കുറിച്ചും പറയുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സൂപ്പർ ക്ലബിൽ ആരൊക്കെ ഉണ്ടാകും? US ഉണ്ടാവും, റഷ്യ ഉണ്ടാവും, ചൈന ഉണ്ടാവും, ജപ്പാൻ ഉണ്ടാവും, പിന്നെ ഉറപ്പായിട്ടും ഇന്ത്യ ഉണ്ടാവും. കാരണം ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൂപ്പർ ക്ലബ്ബ് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ G7 പോലുള്ള യൂറോപ്യൻ ആധിപത്യമുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ ഒരു ബദൽ G7 ഉണ്ട്, മറ്റു പല ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ G20, G7, ബ്രിക്സ് പ്ലസ് G2 എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് കൂടി ഇവിടെ ട്രംപിൻ്റെ മനസ്സിലൊരു ആശയം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പിന്നീട് മാറ്റിവെച്ചതിന് ശേഷമാണ് ഈ കോർ 5 എന്ന് പറയുന്ന ആശയത്തിലേക്ക് ട്രംപ് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ജനസംഖ്യ കൂടുതലുള്ള, സാമ്പത്തിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന ലോകശക്തികളെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ പോകുന്നത്. അത് ഈ രാജ്യങ്ങളുടെ ലിസ്റ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒന്നുകൂടെ പറയാം, US, റഷ്യ, ചൈന, ഇന്ത്യ, ജപ്പാൻ, ഈ രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഹാൻഡ് പവറും 100 മില്യണിലധികം ജനസംഖ്യമുള്ള രാജ്യങ്ങൾ എന്നൊരു മാനദണ്ഡവുമൊക്കെ ഇതിൽ കണക്ക് കൂട്ടലായി പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ എങ്ങനെയാണ് ട്രംപ് കാണുന്നത് എന്ന് നമ്മൾ നോക്കണം. നിലവിലുള്ള ആഗോള ഭൂപ്രകൃതിയിൽ, അതായത് ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ശക്തമായതും ഏറ്റവും സ്വാധീനമുള്ളതുമായിട്ടുള്ള 5 രാജ്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇതിന് ആഗോളതലത്തിൽ വളരെയധികം സവിശേഷതകളും ഈ രാജ്യങ്ങൾക്കുണ്ട്. നമുക്ക് US-ൻ്റെ സവിശേഷതകൾ ആദ്യം നോക്കാം. സമാനതകളില്ലാത്ത രീതിയിൽ സോഫ്റ്റ് പവർ, അതായത് ഹോളിവുഡ്, ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള ടെക് ഭീമന്മാരുണ്ട്. ഡോളർ വഴിയുള്ള ആഗോള കറൻസി ആധിപത്യം അമേരിക്കയ്ക്കുണ്ട്. CNN പോലുള്ള മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അമേരിക്കയ്ക്ക്. ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകൾ ഉള്ള ഒരു സൂപ്പർ പവർ സ്ഥാപിക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ട് US ചൈനയെ നോക്കുന്നു എന്നുള്ളതാണ്. ഈ ബെൽറ്റ് ആൻഡ് റോഡ് പോലുള്ള സംരംഭങ്ങളുടെയും വ്യാപകമായ ഉൽപ്പാദന ആധിപത്യങ്ങളുടെയും ഒക്കെ പിന്തുണയോടുകൂടി ശക്തമായിട്ടുള്ള സാമ്പത്തിക, സാംസ്കാരിക പിന്തുണയോടെ, വികാസത്തോടെ വളർന്നു വരുന്ന ഒരു സൂപ്പർ പവറാണ് സത്യത്തിൽ ചൈന എന്ന് പറയുന്നത്. റഷ്യയെ ലക്ഷ്യം വയ്ക്കുന്നതിനും കാരണമുണ്ട്. അതായത് പ്രാഥമികമായി നോക്കുക, ആദ്യ തലത്തിൽ നമ്മൾ നോക്കുകയാണ്, കിഴക്കൻ യൂറോപ്പിലും മധ്യേഷ്യയിലുമുള്ള ഊർജ്ജ നയതന്ത്രം, അതായത് എണ്ണ, വാതകം എന്നിവയിലേക്കുള്ള ഒരു മേൽക്കോയ്മ, കൂടാതെ ബഹിരാകാശ തലത്തിലുള്ള നേട്ടങ്ങൾ, രാഷ്ട്രീയ സ്വാധീനം എന്നിവയിലും ഗണ്യമായിട്ട് സൈനിക സ്വാധീനവും റഷ്യയ്ക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായും നോക്കുമ്പോൾ ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോർ 5ൻ്റെ നെടുംതൂൺ എന്ന് പറയുന്ന ഇടത്തേക്ക് ഇന്ത്യയെ കൊണ്ടുവരാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ട്രംപ് ഇത്തരത്തിലൊരു ആഗ്രഹം മുന്നിൽ നിർത്തുന്നത്? അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഉടൻ തന്നെ നമ്മൾ ലോകത്തിലെ തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് ഈ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
അപ്പോൾ ഇത് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു മുൻ പെൻറ്റഗൺ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഈ ട്രംപ് വെറും മരമണ്ടനാണ്, അങ്ങേർക്ക് ഒരു കാര്യവും അറിയാൻ പാടില്ല, അങ്ങേര് പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ, ഇന്ത്യയെ ഒരിക്കലും പിണക്കാൻ പാടില്ല, ഇന്ത്യയെ പിണക്കിയതുകൊണ്ട് എന്തു പറ്റി, റഷ്യയുമായിട്ട് ഇന്ത്യ കൂടുതൽ അടുത്തു. അപ്പോൾ ഒന്ന് നോക്കണം, വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയാണ്, ഏറ്റവും വലിയ ഒരു ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ഇതൊന്നും കാണാതെ മണ്ടത്തരം മാത്രം കാണിക്കാനാണ് ആ കസേരയിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ട്രംപ് ഇറങ്ങിപ്പോയെന്ന് തന്നെയാണ് ആ പെൻറ്റഗൺ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇതിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ജനസംഖ്യ എന്ന് പറയുന്നത് 1.45 ബില്യണാണ്. ശക്തമായിട്ടുള്ള ഒരു സൈന്യം നമുക്കുണ്ട്. ഗണ്യമായിട്ടുള്ള മറ്റ് ബോളിവുഡ്, യോഗ, ആയുർവേദം, ആത്മീയത, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജനസംഖ്യ, അങ്ങനെ പ്രവാസികളെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് പ്രവാസി ലോകം ഒരുപാടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ സമ്പത്ത് ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഇനി ജപ്പാനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വളരെ സവിശേഷമായ രീതിയിലുള്ള ഒരു സംസ്കാരമുണ്ട്. ശക്തമായിട്ടുള്ള ആനിമേഷനുണ്ട്, മാംഗ, പാചക രീതികളിലൊക്കെയുള്ള വൈവിധ്യം, ശക്തമായിട്ടുള്ള ടെക് ബ്രാൻഡുകളുണ്ട്, സോണി, പാനാസോണിക്, പ്ലേ സ്റ്റേഷൻ, പിന്നെ പരിമിതമായിട്ടുള്ള രീതിയിലുള്ള സൈനിക സ്വയംഭരണവും ജപ്പാനുണ്ട്. അപ്പോൾ ഇത് US-ൻ്റെ പ്രതിരോധ പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സൈനിക ശക്തി കൂടിയാണ്. അപ്പോൾ ഇവയ്ക്കിടയിലൊക്കെ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ US-മായി ചേർന്നുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ സാങ്കേതികപരമായിട്ടുള്ള മുന്നേറ്റത്തിൽ മുന്നേറാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് US, റഷ്യ, ചൈന, ഇന്ത്യ എന്നുള്ള ഈ 5 ജപ്പാൻ എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കുമ്പോൾ സൈനിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിലൊക്കെ ഈ US, റഷ്യ, ചൈന, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യങ്ങൾ വളരെ ശക്തി കേന്ദ്രങ്ങളായിട്ട്, അതായത് ആഗോളതലത്തിൽ ശക്തി കേന്ദ്രങ്ങളായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും സൈനിക ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ അമേരിക്കയാണ് സൂപ്പർ പവർ എന്ന് പറയാറുണ്ട്. റഷ്യയും ചൈനയും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആർക്കും മാറ്റിവെക്കാനാകാത്ത രീതിയിൽ സൈനിക ശക്തിയിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യവും വളർന്നു കഴിഞ്ഞു എന്നുള്ളത് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ സ്ഥിരീകരിച്ചു കഴിയുകയും ചെയ്തു. ജപ്പാനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ US-ഉമായിട്ടുള്ള ഒരു സഖ്യം അവർക്ക് ഉണ്ട്. സാങ്കേതികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സ്വാധീനമുണ്ട്. വിശ്വസനീയമായിട്ടുള്ളൊരു പങ്കാളിത്തം ഇവർക്കിടയിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് വരുമ്പോൾ ഈ ഗ്രൂപ്പിൽ യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, യൂറോപ്പ് തീരെയില്ല. യൂറോപ്പിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടല്ല ഈ ഒരു കൂട്ടായ്മ. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ സ്വതന്ത്ര ശക്തികളായിട്ടല്ല, മറിച്ച് അമേരിക്കയിലൂടെ കൂട്ടായി പ്രതിനിധീകരിക്കപ്പെടുന്ന കീഴ്വഴക്കമുള്ള ചില സഖ്യകക്ഷികളാണ് ഈ യൂറോപ്പ് മേഖലയിലുള്ളത് എന്നാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത്. ഇന്ത്യയുമായിട്ടാണെങ്കിൽ അതുല്യമായ, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നമുക്ക് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യൻ താല്പര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആഗോള ദക്ഷിണേന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഇന്ത്യയെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ അത്തരത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധിയായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. US, ജപ്പാൻ, റഷ്യ, ചൈന ബ്ലോക്കുകൾക്കിടയിൽ ഒരു മധ്യനിര എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഈ രാജ്യങ്ങളുടെ സവിശേഷതകൾ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇത് ആലോചിച്ചത്? ഈ കോർ 5 എന്ന് പറയുന്നതിലേക്ക് ഇന്ത്യ വരണം, ഇന്ത്യ നിന്നാലേ ബാക്കിയുള്ള രാജ്യങ്ങൾ ഒപ്പം നിൽക്കുകയുള്ളൂ. ഇപ്പോൾ റഷ്യ ആയാലും ചൈന ആയാലും ഒക്കെ, ജപ്പാൻ ആയിക്കോട്ടെ, ആരുമായാലും ഇന്ത്യയുമായിട്ട് വലിയൊരു സഖ്യത്തിൽ ഏർപ്പെടാൻ ഏറെ താല്പര്യം കാണിക്കുകയും, ഈ റഷ്യ ആണെങ്കിൽ പ്രത്യേകിച്ച് ഏറെ താല്പര്യമുള്ള, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ചൈനയ്ക്ക് പോലും ഇന്ത്യയെ മാറ്റി നിർത്തിയിട്ട് ഒരു പോരാട്ടത്തിനിറങ്ങാൻ അങ്ങനെയൊന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയുടെ വളർച്ച എത്തിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇത്രയും വിഷയങ്ങളെല്ലാം, താരിഫ് വിഷയം ഉൾപ്പെടെയുള്ളതിലെല്ലാം ഉണ്ടാക്കി ആകെ കുട്ടിച്ചോറാക്കിയതിന് ശേഷം, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചതിന് ശേഷം
ട്രംപിൻ്റെ തലയ്ക്ക് സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ആ സൂര്യൻ ഉദിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സഖ്യ രൂപീകരണത്തിന് മുന്നിട്ടിറങ്ങുന്നത്. എന്തായാലും ഈ ഒരു സഖ്യ രൂപീകരണത്തിലേക്ക് ഇന്ത്യ വരുമോ, ഇന്ത്യ അതിൽ താല്പര്യം കാണിക്കുമോ, റഷ്യ അതിൽ താല്പര്യം കാണിക്കുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളേവരുടെയും സഹകരണം ആവശ്യമാണ്. എല്ലാവരും വീഡിയോകൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.